പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വന്തം അമ്മയെ നൽകാനും മാത്രം നമ്മെ സ്നേഹിച്ച ഈശോയുടെ സ്നേഹത്തെ ധ്യാനിക്കുന്നൊരു രാത്രിയാണിത്. നാളെ നമ്മൾ പരിശുദ്ധ കന്യകാമറിയം സഭയുടെ മാതാവ് എന്നുള്ള വലിയ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. നമ്മൾ പാട്ട് പാടുന്നുണ്ട്, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ഇന്ന് കിടക്കുന്നതിന് മുൻപ് കുടുംബം ഒരുമിച്ചിരുന്ന് ഈ പാട്ട് പാടിയിട്ട് വേണം കിടക്കാനായിട്ട്. എനിക്ക് ഈശോ തന്ന അമ്മയാണ്, സ്വന്തം അമ്മയായിട്ട് തന്ന അമ്മയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേൾക്കും, അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ അവൻ്റെ അമ്മയുണ്ടായിരുന്നു, വിട്ടുപോയിട്ടില്ല. സൺ ഡോണ്ട് വറി, ഐ ആം വിത്ത് യു എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് നമ്മൾ കണ്ടുമുട്ടണത് ആ ഒരു വിഖ്യാതമായ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ചിത്രത്തിലാണ്. സൺ ഡോണ്ട് വറി, ഐ ആം വിത്ത് യു, മോനെ പേടിക്കണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് കുരിശുമായി ഇടറി വീഴുന്ന ഈശോയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ വിളിച്ചു പറയുന്നൊരു കാര്യമാണ്. അത് ശരിക്കും ആ ഒരു കുരിശിൻ്റെ വഴിയിൽ മാത്രമായിരിക്കില്ല. മെൽ ഗിബ്സൺ അത് കാണിക്കുന്നുണ്ട്. കുഞ്ഞായിരുന്ന സമയത്ത് ഈശോ വീഴുന്ന സമയത്തൊക്കെ അമ്മ ഓടിച്ചെന്ന് എടുക്കുന്നത്. ഇതേ ഒരു അമ്മയുടെ കരുതൽ നമുക്കും ലഭിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെയാണ് എൻ്റെ ഈശോ തൻ്റെ അമ്മയെ നമുക്ക് നൽകിയത്. കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ വെളിച്ചവും പകർന്നു തന്നുകൊണ്ട് ഈശോ പറയുന്ന മരണമൊഴികളിൽ ഒന്നാണിത്, ഇതാ നിൻ്റെ അമ്മ. ഒരാൾ കളിക്കണ കാര്യമല്ല, മരിക്കുന്ന നേരത്ത് തനിക്കുള്ളത് മുഴുവൻ വിട്ടുതരാനായിട്ട് മനസ്സ് കാണിച്ച ഈശോ തൻ്റെ അമ്മയെ കൂടെ നമുക്ക് തന്നേക്കാം. കാരണം ഈശോയ്ക്കറിയാം തൻ്റെ പിന്നാലെ വരുന്ന ശിഷ്യന്മാർ ഓരോരുത്തരും താൻ കടന്നു പോയ വഴികളിലൂടെ, മർദ്ദനങ്ങളുടെ, പീഡനങ്ങളുടെ, വേദനകളുടെ, സഹനങ്ങളുടെ വഴികളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന്. തൻ്റെ പിന്നാലെ വരുന്ന ഓരോ ശിഷ്യനും കുരിശടിക്കേണ്ടി വരുമെന്ന്, തൻ്റെ ശിഷ്യന്മാർ ഓരോരുത്തരും കാൽവരി കയറേണ്ടി വരുമെന്ന്, തൻ്റെ ശിഷ്യന്മാർ ഓരോരുത്തർക്കും കുരിശു മരണം വിധിക്കപ്പെടേണ്ടി വരും, കുരിശിൽ മരിക്കേണ്ടി വരുമെന്ന്. ആ സമയത്ത് തന്നെ തളർന്നു പോകാതെ ഇങ്ങനെ പിടിച്ചു നിർത്തിയ അമ്മയുടെ ശക്തിയുണ്ടല്ലോ, അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ അവൻ്റെ അമ്മയുണ്ടായിരുന്നു. അത് തൻ്റെ ശിഷ്യന്മാർക്കും ലഭിക്കണമെന്നുള്ള നിർബന്ധത്തോടു കൂടെയാണ് ഈശോ പറയണത്, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ അമ്മ. എന്തൊരു കരുതലാണ് ഈ അമ്മയ്ക്കെന്നറിയണം. നമുക്കറിയാവുന്നതാണ്. പ്രയാസങ്ങളുടെ നേരത്ത്, ബുദ്ധിമുട്ടുകളുടെയും വേദനകളുടെയും സങ്കടങ്ങളുടെ തീരാമഴകളുടെയും രാത്രിയിൽ നെഞ്ചത്തൊരു ജപമാലയും ചേർത്ത് പിടിച്ച് എൻ്റെ അമ്മേ എന്ന് വിളിച്ച സമയത്തൊക്കെ ഈ അമ്മ നമുക്ക് കൂട്ടായിരുന്നിട്ടില്ലേ എന്നേ. ഈ ജപമാലയുടെ ശക്തിയിലാണ് ഇന്നും ഇങ്ങനെ പരുക്കനാണെന്ന് തോന്നുന്ന ചില അപ്പച്ചന്മാർ പോലും ഈ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ അതിജീവിക്കണമെന്നുള്ള ഒരു കാഴ്ച കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചില സമയത്ത് ഈ അപ്പന്മാരെയൊക്കെ നോക്കുമ്പോൾ എന്തൊരു പരുക്കനായിട്ട് നിൽക്കുന്ന ഈ അപ്പച്ചന്മാർ പരിശുദ്ധ മാതാവിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് ഇങ്ങനെ കണ്ണീരോടുകൂടെ എൻ്റെ അമ്മയെന്ന് വിളിക്കണത് കണ്ടിട്ടുണ്ട്. പുറത്തങ്ങനെയല്ല അവർ, പക്ഷേ ഈ അമ്മയുടെ മുൻപിൽ അവരിങ്ങനെ ആർദ്രതയോടുകൂടി നിൽക്കുന്നത് കാണുന്നുണ്ട്. അത്രയ്ക്ക് ഈ അമ്മ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കരുതുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്ന് വെറുമൊരു ഒരു ഒരു അത്ഭുത പ്രവൃത്തി മാത്രമായിരുന്നില്ല. തൻ്റെ സ്വന്തം മകനെ മരണത്തിലേക്ക് പറഞ്ഞയച്ചു കൊണ്ടാണ് അമ്മ ഒരു കുടുംബത്തെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കുന്നതെന്നറിയണം. ഈശോയുടെ മാത്രം അമ്മയായിരുന്നില്ല, സഭയുടെ മാതാവായ പരിശുദ്ധ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കണേ. ഈശോ തന്നൊരമ്മ, ഈ ഒരമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളുടെ നേരത്ത് കാനായിലെ കല്യാണ വിരുന്നിൽ എന്നതുപോലെ നമുക്ക് കൂട്ടു നിൽക്കുന്നുണ്ട്. ഈ അമ്മ നമ്മുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലിൻ്റെ നേരത്ത് എലിസബത്തിൻ്റെ അടുത്തേക്ക് എന്നതുപോലെ ഈശോയെയും കൊണ്ട് ഓടി വരുന്നുണ്ട്. ഈ അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോകുന്ന നേരത്ത് തൻ്റെ ശിഷ്യന്മാരെ, തൻ്റെ മകനെ ഒറ്റിക്കൊടുക്കുകയും ഒറ്റയ്ക്കാക്കി പോവുകയും ചെയ്ത, തള്ളിപ്പറയുകയും ചെയ്ത ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ പ്രതീക്ഷയായ, പ്രത്യാശയായ, ശക്തിയായ പരിശുദ്ധാത്മാവിനെ വാങ്ങിക്കൊടുക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിലും ഇടപെടുന്നുണ്ട്. തൻ്റെ സ്വന്തം മകൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം പൂർത്തിയാക്കാൻ ശക്തി കൊടുത്ത പരിശുദ്ധ മാതാവ് നമ്മുടെയും ജീവിതത്തിൻ്റെ കുരിശിൻ്റെ വഴികളിൽ നമുക്ക് കൂട്ടുനിൽക്കുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന തിരുനാളാണിത്. അമ്മേ മാതാവേ,
ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുകയാണ്. അമ്മയില്ലാതെ, അമ്മയുടെ സംരക്ഷണമില്ലാതെ, അമ്മയുടെ മധ്യസ്ഥമില്ലാതെ ഒരു ദിവസം മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കാവില്ല, ഞങ്ങളുടെ മക്കൾക്കാവില്ല, ഞങ്ങൾക്കാർക്കുമാവില്ല. അമ്മേ, കൂട്ടുനിൽക്കണമേ. ഈശോയെ, അവിടുത്തെ അമ്മ ഞങ്ങളുടെ കൂടെ എപ്പോഴും വീട്ടിലുണ്ടായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ അനുഗ്രഹം വാങ്ങിത്തരുന്ന കൂട്ടായി മധ്യസ്ഥവും പ്രാർത്ഥനയുമായി പരിശുദ്ധ മാതാവെ, ഞങ്ങൾക്കൊപ്പം എപ്പോഴും അമ്മ ഞങ്ങളുടെ ഈ വീട്ടിലുണ്ടാവണേ എന്നൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മ വിട്ടുകളയില്ല. ഈശോ നമ്മളെ അമ്മയ്ക്ക് മക്കളായി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈശോയെ ചേർത്ത് പിടിച്ചതുപോലെ ഈ അമ്മ നമ്മളെയും ചേർത്ത് പിടിക്കും. അതിന് അമ്മ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കട്ടെ. കാനായിലെ വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. നമ്മുടെ കുടുംബത്തിലും അമ്മയുണ്ടാവട്ടെ. അമ്മയുടെ സാന്നിധ്യം നിറയട്ടെ. അമ്മയുടെ മധ്യസ്ഥം നിറയുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ, അവിടുത്തെ അമ്മയെ തന്നതിന് എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുക, അങ്ങനെയാണ് ഞങ്ങൾ നന്ദി പറഞ്ഞു തീർക്കുക. ജീവിതം മുഴുവൻ തന്നുകൊണ്ട് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ ആശീർവാദത്തിനായി അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ അണയുന്നു. ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥം നിറയുന്ന ജപമാലയൊഴിയാത്ത ഒരു കുടുംബം ഒരിക്കലും നശിച്ചു പോകില്ല. നരകത്തിൻ്റെ ഒരു പ്രഹരവും ആ കുടുംബത്തിനേൽക്കില്ല. ഒരിക്കലും ജപമാല മുടക്കാതിരിക്കാം. ഇന്ന് അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം കിടക്കയിലേക്ക് പോവാൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ഒരുമിച്ച് വീട്ടുകാരെല്ലാവരും കൂടി പാട്ട് പാടിയിട്ട് വേണം ഇന്നുറങ്ങാൻ കിടക്കാൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.